പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ പിരിയാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? അതിനായി അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് സൂറത്തുൽ ഖസസ് 83-ാമത്തെ ആയത്തിൽ കാണാം. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. പരലോകത്ത് സ്വർഗത്തിൽ അല്ലാഹു തആല ഇടം നൽകുന്നത് അഹങ്കാരമില്ലാതെ ജീവിക്കുകയും ഫസാദും കുഴപ്പങ്ങളും ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്ത ആളുകൾക്ക് അവസാനം അല്ലാഹു തആല ഏറ്റവും സന്തോഷകരമായ പ്രതിഫലമാകുന്ന സ്വർഗം നൽകുമെന്നാണ്. മങ്കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അയാൾ ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയിലായിക്കൊണ്ട് ജീവിക്കുകയും എപ്പോഴും സദാ പ്രാർത്ഥന നടത്തുകയും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്ത് യൂസുഫിലെ 101-ാമത്തെ ആയത്തായി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. അല്ലാഹുവേ, നീയാണ് എൻ്റെ രക്ഷിതാവ്, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങൾ കൂടെ ചേർത്തുകയും ചെയ്യണേ എന്ന് ആ പ്രാർത്ഥന സദാ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അന്ത്യം നോക്കിക്കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ അന്ത്യം നന്നാക്കി തരുമാറാവട്ടെ.